الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അൽ ഹാഫിളുൻ നവവി റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള അൽ അർബഊൻ നവവിയുടെ അവസാന ഹദീസുകളിലാണ് നാം ഉള്ളത്. 42 ഹദീസുകളിൽ 35 ഹദീസുകളും അൽഹംദുലില്ലാ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 36-ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. 35-ാമത്തെ ഹദീസും കഴിഞ്ഞ ഹദീസും 36-ാമത്തെ ഹദീസും സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പരസ്പരം കാണിക്കേണ്ടതായ ബാധ്യതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മഹത്തരമായ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ്. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം അസൂയപ്പെടാൻ പാടില്ല. ഒരാൾ പറഞ്ഞ കച്ചവടത്തിന് മുകളിൽ മറ്റൊരാൾ കച്ചവടം പറയാൻ പാടില്ല. മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി വില കൂട്ടി പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്മേൽ നിഷിദ്ധമാണ്, അവൻ്റെ രക്തവും അഭിമാനവും സമ്പത്തുമെല്ലാം എന്നുള്ള അടിസ്ഥാനങ്ങളാണ് കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ബാധ്യതകൾ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിനിൻ്റെ വിശ്വാസിയുടെ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലുള്ള പ്രയാസങ്ങൾ അവന് നീക്കി കൊടുക്കുന്നതാണ്. വമൻ യസ്സറ അല മുഅ്സിരിൻ, പ്രയാസമുള്ളൊരുവൻ ഒരാൾ എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അവൻ എളുപ്പം നൽകുന്നതാണ്. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറച്ചു വെച്ചു കൊടുക്കുന്നതാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു അവനെയും സഹായിക്കുന്നതാണ്. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള അവൻ്റെ വഴിയും എളുപ്പമാക്കി നൽകുന്നതാണ്. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരു സമൂഹവും ഒരുമിച്ച് കൂടുന്നില്ല. യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂന ബൈനഹും, അവർ പരസ്പരം അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുന്നു. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്കിടയിൽ ശാന്തി ഇറങ്ങിയിട്ടല്ലാതെ. വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം അവരെ മൂടി പൊതിഞ്ഞിട്ടല്ലാതെ. വഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ ചുറ്റി പൊതിഞ്ഞിട്ടല്ലാതെ. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെ കുറിച്ച് അവൻ്റെ അടുക്കൽ പരാമർശിക്കുന്നതാണ്. വമൻ ബത്തഅ മിൻ അമലുഹു, ആരുടെയെങ്കിലും സൽക്കർമ്മങ്ങൾ കുറഞ്ഞുപോയാൽ ലം യുസ്രി ബിഹി നസബു, അവൻ്റെ കുടുംബമഹിമ കൊണ്ട് അവന് മുന്നേറാൻ സാധിക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വളരെ മഹത്തരമായ ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ചില റിവായത്തിൽ മൻ നഫസ അൻ മുഅ്മിനിൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ പ്രയാസം നീക്കി കൊടുത്താൽ എന്നതിന് പകരം മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക എന്ന സമാനമായൊരു വാക്ക് വന്നിട്ടുണ്ട്. ചില ഉലമാക്കൾ ഇത് രണ്ടും അത് ഒരേ അർത്ഥം തന്നെയാണ്, അഥവാ മുഫ്രദാത്തുകളാണ്, അത് പരസ്പരം മുത്തറാദിഫുകളാണ്, സമാന അർത്ഥമുള്ള വാക്കുകളാണ് എന്ന് ചിലർ പറഞ്ഞു. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു നഫസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ റിവായത്തിൽ വന്നത് അതൊരു പ്രയാസത്തെ ലഘൂകരിച്ചു കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ഫറജ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിമഅന അദാല വ അദ്ഹബ, അസാല വ അദ്ഹബ, പൂർണ്ണമായ പ്രയാസത്തെ നീക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഉദ്ദേശിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പറയാണ് മൻ നഫസ് അൻ മുഅ്മിനിൻ, ആരെങ്കിലും ഒരു മുഅ്മിനിൻ്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 3 തരത്തിലുള്ള വിശ്വാസികളുണ്ട് എന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ഈമാനുള്ള ആളുകൾ തന്നെ, അത് മുസ്ലിമിനായ ആളുകൾ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ആളുകൾ എന്നാണ്. അവരെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അവർ ചിലപ്പോൾ നിർബന്ധമായ ചില വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരായിരിക്കും. അള്ളാഹുവിൻ്റെ ദീനിലുള്ള വാജിബായ ചില കാര്യങ്ങളൊക്കെ
ഉപേക്ഷിക്കുന്നവരായിരിക്കും. നിസ്കാരം എന്തായാലും അല്ല, കാരണം നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ പുറത്തു കൊണ്ടുപോകുന്ന കാര്യമാണ്. അതല്ലാത്ത ചില വാജിബുകൾ ഒഴിവാക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ നോമ്പിൽ ചില കളി, ചിലപ്പോൾ ചില ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഹജ്ജ്, അതല്ലെങ്കിൽ ഉംറ, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള നിർബന്ധമായ ജക്കാത്ത്, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചില വീഴ്ചകളൊക്കെ വരുത്തുന്ന ആളുകൾ. അതേപോലെ ചില ഹറാമുകളൊക്കെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഖുർആൻ ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീയത്തിന്റെ കീഴിലാണ്. ഇവർ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ അമലുകൾ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. അള്ളാഹു ഇക്കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം അൽ മുഖ്തസിദ് എന്ന് പറയുന്നതാണ്. അവർ വാജിബായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന കാര്യമാണ്. വാജിബായ കാര്യങ്ങളുടെ അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കും. അവർ നിർബന്ധമായ കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കുന്നില്ല, അതേപോലെ തന്നെ ഹറാമുകളൊന്നും പ്രവർത്തിക്കുകയുമില്ല. എന്നാൽ മുഖ്തസിദാണ്, ഒരു മധ്യമമായിട്ട് അങ്ങനെ പോകുന്നു, മിതവാദിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവർ രക്ഷപ്പെടുന്ന വിഭാഗം തന്നെയാണ്. എന്നാൽ മൂന്നാമത്തെ വിഭാഗം അസ്സാബിഖു ബിൽ ഖൈറാത്ത്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകൾ. അഥവാ ഫർദിന് പുറമെ ഫർദിൽ അതിൽ ഒതുക്കാതെ സൽക്കർമ്മങ്ങൾ, വീണ്ടും സുന്നത്തുകൾ ധാരാളം ചെയ്യുന്നതാണ്. ഹറാമുകൾ മാത്രമല്ല, കറാഹത്തുകൾ കൂടി അവർ ഉപേക്ഷിക്കുന്നതാണ്. അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതിൻ്റെ എല്ലാം വഴിയിൽ പ്രവേശിക്കുന്ന അസ്സാബിഖു ബിൽ ഖൈറാത്ത് ഇവരൊക്കെ ഉണ്ട്. ഇതിവിടെ പറയാനുള്ള കാരണം, ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട ഏതൊരു വിശ്വാസിയുടെ പ്രയാസം ഒരാൾ നീക്കിയാലും ഈ പറയുന്ന പ്രതിഫലം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു തിന്മയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും ശരി, ഹറാമുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി, അവൻ്റെ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. അതല്ലാതെ ഒരു മുത്തഖിയായ സ്വാലിഹായ എല്ലാം തികഞ്ഞ ഒരാളെ മാത്രം സഹായിച്ചാൽ എന്നല്ല, ഇതെല്ലാം ഇതിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൻ നഫ്ഫസ് അൻ മുഅ്മിനിൻ കുർബത്തൻ, ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ കുർബത്തൻ. എന്താണ് കുർബത്ത്? പ്രയാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിന് കുടുസത ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ്. നമുക്ക് ടെൻഷനുകൾ ഉണ്ടാക്കുന്ന, ഞെരുക്കങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിനാണ് കുർബത്തൻ എന്ന് പറയുന്നത്. അതൊരാൾ നീക്കി കൊടുക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ഒരാൾ നീക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുർബത്ത്, പ്രയാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ദുന്യവിയായ കാര്യങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകാം, ദീനിയായ കാര്യങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ദീനിയായ കാര്യങ്ങളിൽ ഒരാൾക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അവരുടെ കച്ചവടത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയാണ്, ഇത്തരക്കാർക്ക് അവരുടെ പ്രശ്നം നീക്കി കൊടുക്കുക എന്നുള്ളത്, അവരൊരു പണ്ഡിതന്റെ അടുക്കലേക്ക് പോകുന്നു. ആ പണ്ഡിതൻ ഇതുമായി ബന്ധപ്പെട്ട വിധി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു മതവിദ്യാർത്ഥി പണ്ഡിതന്മാരുടെ ഫത്വകൾ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരും ഈ പ്രയാസങ്ങൾ നീക്കിയ ആളുകളുടെ കൂട്ടത്തിൽ പെടുമെന്നാണ്. അവർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർ വലിയ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇയാളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഞെരുക്കത്തിലും പ്രയാസത്തിനാണ്. അത് ചെയ്യാൻ പാടുണ്ടോ, പാടില്ലേ, ഇത് തൊലാഖാണോ അല്ലേ? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ 2-3 ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ കച്ചവടം ഹലാലാണോ ഹറാമാണോ, ഈ രൂപത്തിലൊക്കെ വലിയ പ്രയാസം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ അത് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ആ വിഷയത്തിൽ ഒരു മതവിധിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരും വയദ്ഖുൽ ഫി ഹാദൽ വഅദിൽ അളീം, ഈ വലിയ വാഗ്ദാനത്തിൽ ഇവരും പ്രവേശിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ദീന് പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് ടെൻഷനുള്ള കാര്യമാണ്. ഒരു കാര്യം ഹലാൽ ഹറാമാകുമോ, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുർബത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒരാളത് പറഞ്ഞു കൊടുക്കാൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദീനിയായ മതവിധികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും ഈ പ്രയാസം നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. ദുന്യവിയായ കാര്യങ്ങൾ അനേകമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരാൾക്ക് ദുന്യവിയായ എന്തെല്ലാം പ്രയാസങ്ങൾ ഒരാൾക്കുണ്ടാകും. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ, നോക്കൂ ഈ ഹദീസിൽ പറയുന്നത് മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ, ഒരു പ്രയാസം എന്നാണ് പറയുന്നത്. ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിക്കുക എന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹദീസിന്റെ ആ പ്രതീക്ഷ നമുക്കുണ്ടാകണം ഒരാളെ സഹായിക്കുന്ന സമയത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ ഖുറബി ദുനിയ, ദുനിയാവിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തിൽ ഒരാളെ നീ സഹായിച്ചാൽ അതിന്റെ റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്താണ്? അല്ലാഹു തആല പറയുന്നു നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഖേന ഇല്ലാതാക്കി കളയുമെന്നാണ്. യൗമുൽ ഖിയാമ, ഖിയാമത്തിന്റെ നാൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലുള്ള ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം അല്ലാഹു തആലയുടെ മുന്നിലേക്ക് ആളുകൾ ഖബറിൽ നിന്നും എണീറ്റ് പോകുന്ന ആ ദിവസമാണ് ഖിയാമത്ത് നാൾ. അവിടെയാണ് നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കപ്പെടുന്നത്. ഖിയാമത്ത് നാളാണത്. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും മുഅ്മിനീങ്ങൾ. ഈ ഘട്ടങ്ങളിൽ ദുനിയാവിൽ ആളുകളെ സഹായിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഘട്ടങ്ങളിലൊക്കെ എളുപ്പം നൽകും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് അവൻ്റെ അവസാനത്തെ ദിവസമാണ്. ഖിയാമത്ത് നാൾ രണ്ട് രൂപത്തിലുണ്ട്. അവസാന ദിവസം യൗമുൽ ഖിയാമ എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും ഓരോ ഖിയാമത്ത് നാളുണ്ട്. അവൻ്റെ അവസാനത്തെ ദിവസം അതുണ്ട്. അത് അവൻ്റെ ഖബർ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പം ഖബറിൽ ഉണ്ടാകുന്ന ഞെരുക്കമുണ്ട്, അതിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പക്ഷെ അതിൽ എളുപ്പം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. ആ ഖബറിലുള്ള പ്രയാസത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നാളെ പുനരുത്ഥാനത്തിൽ ബഅസിന്റെ വേളയിൽ ഒരാൾക്ക് അതിൽ രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളും ആ രൂപത്തിൽ അവൻ്റെ മോശത്തരങ്ങളുമെല്ലാം മീസാനിൽ തൂക്കുന്ന സമയത്ത് ദുനിയാവിൽ ആളുകളുടെ പ്രയാസം നീക്കിക്കൊടുത്ത ആളുകൾക്ക് അവിടെ രക്ഷയുണ്ടാകും. വിചാരണയുടെ സമയത്ത്, സിറാത്ത് മുറിച്ചു കിടക്കുന്ന സമയത്ത്, ഈ പറയുന്ന രംഗങ്ങളിലെല്ലാം തന്നെ പരലോകത്ത് ഒരാൾക്ക് രക്ഷയുണ്ടാകും. ഇവൻ ചെയ്തത് എന്താണ്? ദുനിയാവിൽ ഒരുത്തൻ്റെ പ്രയാസം നീക്കിക്കൊടുത്തു. അപ്പോൾ അത് നിസ്സാരമായ കാര്യമേ അല്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ രൂപത്തിലാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന ഒരു വഅദ്, ഈ പറയുന്ന ഒരു വാഗ്ദാനത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് എങ്ങനെയാണ് ഒരാളെ സഹായിക്കാൻ സാധിക്കുക? വലിയ നിലക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും നോക്കുന്നത് അവൻ എന്ത് അള്ളാഹു തആല കൊടുത്തു, അതിൽ നിന്ന് എന്ത് അവൻ നേടി എന്നുള്ളതാണ്. എല്ലാവർക്കും ഇപ്പോൾ കോടികൾ കൊടുത്ത ആളുകളെ സഹായിക്കാൻ സാധിക്കുകയില്ല, ലക്ഷങ്ങൾ കൊടുത്ത ആളുകളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ചില ഹദീസുകളിലുണ്ട്, ഒരാൾ ഒരു ദിർഹം അതുകൊണ്ട് 1,00,000 ദിർഹത്തെ മുൻകടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിൻ്റെ കാരണം ചോദിച്ചത്? അതിൻ്റെ കാരണമായി പറഞ്ഞത്, ഈ 1 ദിർഹം കൊടുത്ത വ്യക്തിക്ക് ആകെ ജീവിതത്തിൽ 2 ദിർഹം ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതി അവൻ കൊടുത്തു. അവൻ പകുതി കൊടുത്തു. എന്നാൽ 1,00,000 കൊടുത്തവൻ ഒരുപാട് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് കൊടുത്തത്. ഇത് പറയാനുള്ള കാരണം, ചില ആളുകൾ വിചാരിക്കും നമുക്ക് അങ്ങനെ അധികമൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ സഹായിക്കുക, എങ്ങനെയാണ് ആളുകൾക്ക് എന്നെ കൊണ്ട് ഉപകാരിയാവുക? അല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഈ ഒരു ഹദീസ് നമ്മൾ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എളുപ്പം നൽകും. ആ എളുപ്പം നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഒരാൾ ദുനിയാവിൻ്റെ പ്രയാസം നീക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം ദീനിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഓരോന്നിൻ്റെയും പ്രതിഫലം അതേ ഇനത്തിൽ നിന്നാണ് നൽകുക. നീ ദുനിയാവിൽ ഒരാളെ പ്രയാസം നീക്കിയാൽ അള്ളാഹു പരലോകത്ത് ഒരാൾ പ്രയാസം നീക്കും. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ദുനിയാവിൽ ആളുകൾക്ക് കരുണയോടുകൂടി വർത്തിച്ചാൽ അള്ളാഹിൻ്റെ കാരുണ്യം നിനക്ക് പ്രതീക്ഷിക്കാം. ആളുകളോടൊക്കെ ദേഷ്യം പിടിക്കുന്ന, എല്ലാവരെയും ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരാൾക്ക് പരലോകത്ത് റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിലക്കാണ് നൽകുന്നത്. ആളുകളുടെ പ്രയാസം നീക്കുന്ന ആളുകൾക്ക് പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയാസം നീക്കി നൽകും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വമൻ യസ്സറ അലാ മുഅ്സിരിൻ. ആരെങ്കിലും ഞെരുക്കമുള്ള ഒരുവൻ്റെ ഒരു ഞെരുക്കം എളുപ്പമാക്കി കൊടുത്താൽ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഹദീസിൽ മൻ നഫസ് അൻ മുഅ്മിനിൻ, ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗത്ത്. മൂന്നാമത്തെ കാര്യം ഒമൻ സതറ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞതിൽ അങ്ങനെ മുസ്ലിം എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചിട്ടില്ല. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ഒരാളുടെ ഞെരുക്കം നീ എളുപ്പമാക്കി കൊടുത്താൽ എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, ഇത് സവാഅൻ കാന മുസ്ലിമൻ ഔ കാന കാഫിറ, മുസ്ലിം ആണെങ്കിലും ശരി കാഫിർ ആണെങ്കിലും ശരി, ഞെരുക്കമുള്ള ഒരുവന് നിനക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? എളുപ്പം ചെയ്തു കൊടുക്കാൻ പറ്റും. നിന്റെ അയൽവാസി ആയിരിക്കാം, നിന്റെ നാട്ടുകാരനായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉപകാരങ്ങൾ നൽകുന്നതിനെ നിന്നെ തടഞ്ഞിട്ടില്ല, നിനക്ക് അവന് ഉപകാരങ്ങൾ നൽകാം. നോക്ക്, ഈ ദീനിൻ്റെ മഹത്തരമായ അതിൻ്റെ ഒരു മേന്മയാണ് ഈ കാണിക്കുന്നത്. ആരോടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പം നൽകിക്കോളൂ എന്ന് പറയുന്നത്? ആരോടാണ് ബിർറ് ചെയ്യുന്നതിൽ അല്ലാഹു തആല വിലക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ. എന്നാൽ ആ വെറുപ്പുള്ളതോടൊപ്പം തന്നെ അവർക്ക് സഹായം നമുക്ക് നൽകുന്നതിന് ദീനുൽ ഇസ്ലാം അത് തടസ്സം നൽകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തടസ്സം നൽകുന്നില്ല. നിനക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം അവരുടെ മുന്നിൽ കാഴ്ചവെക്കാവുന്നതാണ്. നോക്കൂ, ഈ ഹദീസിലും വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ഒരുവനെ ഒരാൾ എളുപ്പം നൽകിയാൽ. എന്തൊക്കെയാണ് ഞെരുക്കങ്ങൾ? സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ എളുപ്പം കൊടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനും കാഫിറിനും അത് നൽകാൻ വേണ്ടി ഇവിടെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് തടയുന്നില്ല. അപ്പോൾ ആ നിലക്ക് ഞെരുക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ഞെരുക്കം എളുപ്പമാക്കി കൊടുക്കാൻ അനുവാദം നൽകുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആരാണ് മുഅ്സിർ? ഞെരുക്കമുള്ള ആൾ ആരാണ്? പണ്ഡിതന്മാർ പല വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞെരുക്കമുള്ള ആളെന്ന് പറഞ്ഞാൽ അവന് ചെലവിനനുസരിച്ചിട്ടുള്ള വരുമാനമില്ലാത്തവരൊക്കെ ഞെരുക്കമുള്ള ആളുകളാണ് എന്നാണ്. ചെലവിനനുസരിച്ചിട്ടുള്ള വരുമാനമില്ലാത്ത ആളുകളൊക്കെ ഞെരുക്കമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ചുറ്റും ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, കാഫിറും ഉണ്ടാവും, അവരൊക്കെ സഹായിക്കാം എന്നാണ് പറയുന്നത്. മാലിക്കി മദ്ഹബിൽ, ഇമാം മാലിക് റഹിമഹുള്ളാഹി മദ്ഹബിലൊക്കെ ഇതിനെ വളരെ വിശദമായിട്ട് അവർ 2 രൂപത്തിൽ ഞെരുക്കമുള്ള ആളുകൾ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു 2 വിഭാഗമാണ് അവർ. ഒന്ന് ഹുവല്ലദീ ലാ യകൂനു ഇൻദഹു മാലുൻ ഔ ഇൻദഹു മാലുൻ ഖലീൽ, ഒന്നുകിൽ തീരെ പൈസ ഇല്ല, ഒന്നുമില്ലാത്തൊരുവൻ, ചെലവുണ്ട്, ഒരു പൈസയും വരുമാനമില്ല, അല്ലെങ്കിൽ കുറച്ച് വരുമാനമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? എളുപ്പം കൊടുക്കണമെന്നാണ്. രണ്ടാമത്തെ വിഭാഗം, അവൻ്റെ കയ്യിൽ അവൻ ഇങ്ങനെ ലിക്വിഡ് മണികളായിട്ടൊന്നുമില്ല, പക്ഷെ ചില
വീടുണ്ട്, പറമ്പൊക്കെ ഉണ്ട്, അത്തരം ആളുകളെയും നമ്മൾ ഞെരുക്കമുള്ള ആളുകളെ ആയിട്ട് കാണണം എന്നാണ്. അവൻ്റെ കടം വീട്ടാൻ വേണ്ടി നീ നിന്റെ വീട് വിൽക്കണം, അല്ലെങ്കിൽ നിന്റെ പറമ്പ് വിൽക്കണം ഇന്ന് നിങ്ങൾ പറയേണ്ടതില്ല. അപ്പം അതിൽ ആദ്യത്തെ ആളുകൾക്ക് എളുപ്പം നൽകുക എന്നുള്ളത് വാജിബാണ്. രണ്ടാമത്തെ ആളുകൾക്ക്, പറമ്പൊക്കെയുള്ള ആളുകൾക്കാണെങ്കിലും ശരി, അതിന് കുറച്ച് വിട്ടു നൽകുക എന്ന് പറയുന്നത് അത് സഹോദരങ്ങൾ മുസ്തഹബാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ആളുകൾക്ക് എളുപ്പം നൽകുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഒരാൾക്കൊരു കടബാധ്യതനാണ്, ഒരാൾക്ക് കടമുണ്ട്, അപ്പോൾ അയാൾക്ക് എളുപ്പം നൽകുക എന്ന് പറയുന്നത്, നൽകാനുള്ളത് എനിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ വിട്ടുകൊടുക്കാം. അവനോട് പറയാം, പൂർണ്ണമായി ഞാൻ വിട്ടു തരികയാണ്, കുഴപ്പമില്ല, നീ 1,00,000 രൂപ എനിക്ക് തരാനുണ്ട്, നിന്റെ അവസ്ഥ എനിക്കറിയാം, ഞാൻ വിട്ടു തരികയാണ്. ഇതിൽ പെടുന്നതാണ് മൻ യസ്സറ അലാ മുഅ്സിരിൻ. ഞെരുക്കമുള്ള ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ എളുപ്പമാണ്, നീ തരേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ എളുപ്പമാണ്. എൻ്റെ അടുത്ത് മുമ്പ് വാങ്ങിയതാണ്, എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്ര കുറച്ച് കൊടുക്കാം. നീ 1,00,000 വാങ്ങിയത്, പോട്ടെ, ഒരു 50,000 നീ തിരിച്ചു തന്നാൽ മതി, നിന്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. ഇതും എളുപ്പം നൽകുന്നതിൽ പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ രൂപത്തിൽ. ഇനി അതല്ല, മറ്റൊരാൾക്കാണ് ഇയാൾ കൊടുക്കാൻ ബാധ്യതയുള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇയാൾക്ക് നൽകാവുന്ന എളുപ്പം ആ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. ഞാൻ കൊടുത്തോളാം, നീ പകരം എനിക്ക് പതുക്കെ തന്നാൽ മതി. ഇപ്പം നിന്റെ ഈ ഞെരുക്കം കാരണത്താൽ ഞാൻ കൊടുത്തുകൊള്ളാം, നീ പകരം പതുക്കെ എനിക്ക് തന്നാൽ മതി. ഈ രൂപത്തിലൊക്കെ സഹോദരങ്ങളെ അത് കൊടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വ ഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ. ഒരാൾക്ക് ഞെരുക്കമുണ്ടെങ്കിൽ അവന് ഒരു എളുപ്പമുണ്ടാകുന്നത് വരെ ഇട നൽകുക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ചെയ്യൽ വാജിബുമാണ്. ഒരാൾക്ക് പ്രയാസമാണ്, അയാൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല, അയാൾ എങ്ങനെയെങ്കിലൊക്കെ ഉപദ്രവിച്ച് പൈസ നീ തന്നേ പറ്റൂ എന്ന് പറയാൻ ദീൻ അനുവാദം നൽകിയിട്ടില്ല. അയാൾക്ക് എളുപ്പം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നൽകുന്നവർക്കുള്ള പ്രതിഫലവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്, മറ്റ് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് നാം കടം നൽകി, ആ കടം നൽകിയ വ്യക്തി, അയാൾക്ക് സമയമായിട്ടുണ്ട്, അയാൾക്ക് തരാൻ സാധിക്കുകയില്ല. അപ്പം അയാൾക്ക് നൽകുന്ന എളുപ്പത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, അയാളോട് നമ്മൾ പറയാണ്, നീ ഒരു 1 വർഷം കൊണ്ടിനാണ് നീ പറഞ്ഞു, ഞാൻ 1 വർഷം കൂടെ എനിക്ക് നീട്ടി തന്നിരിക്കുന്നു എന്ന് പറയൽ ഈ എളുപ്പം നൽകുകയാണ്. ഹദീസിൽ കാണാൻ സാധിക്കുന്നു, ഈ ഒരാൾക്ക് കടം നൽകുക എന്ന് പറയുന്നത് സ്വതക്ക നൽകുന്ന പ്രതിഫലം നിനക്ക് ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ആ കടം നൽകിയിട്ട് അതിൻ്റെ അവധി ഒരാൾക്ക് നീ ആ അവധി വകവെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അത് അയാൾക്ക് 2 പ്രാവശ്യം ഇരട്ടി സ്വതക്ക നൽകിയതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അങ്ങനെ ആവശ്യക്കാരനായ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ദീൻ അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. മൻ യസ്സറ അലാ മുഅ്സിരിൻ, ആരെങ്കിലും ഒരാൾ ഒരു ഞെരുക്കമുള്ള ഒരാൾക്ക് പ്രയാസം നൽകിയാൽ യസ്സറ അല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് എളുപ്പം നൽകും എന്നാണ് പറയുന്നത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, എൻ്റെ അടുക്കൽ ചില നല്ല സമ്പത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പാദ്യം ചെലവഴിച്ചാൽ, ഞെരുക്കമുള്ള ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാസം ഇരട്ടി എനിക്ക് സമ്പാദ്യം നൽകിയിട്ടല്ലാതെ ഇല്ല എന്നാണ്. കാരണം ഹദീസിൽ യസ്സർ അല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, അള്ളാഹു എളുപ്പം നൽകും എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഒരു വലിയ കച്ചവടക്കാരൻ പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ആ കച്ചവടക്കാരൻ പറയാൻ, ഇന്നി വല്ലാഹി മാ അതൈതുഹു ലിഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം ഷെയ്ഖ് ഇബ്നു ബാസ് ആളുകൾക്ക് പണക്കാരോട് പണം വാങ്ങുന്നത് എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാനാണ്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു മുഫ്തിയാണ്, അതിൻ്റെതായ വരുമാനം അദ്ദേഹത്തിനുണ്ട്, പക്ഷേ അതിന് സക്കാത്ത് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് ഉണ്ടാവാറില്ല എന്നാണ്. കാരണം അത്രയും ആളുകൾ ചെലവഴിക്കും. അത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് അവിടെയുള്ള കുടുംബങ്ങളെ, ആഫ്രിക്കയിലും അതല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് ആളുകളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പണക്കാരായ ആളുകളോട് പറയും, ഇന്ന സ്ഥലത്തൊക്കെ നമുക്ക് സഹായിക്കാനുണ്ട് എന്ന രൂപത്തിൽ ഇബ്നു ബാസ് റഹിമുള്ള അദ്ദേഹം ആളുകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഈ പണക്കാരനായ വ്യക്തി, കച്ചവടക്കാരൻ പറയാണ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ളക്ക് ഞാൻ പണം കൊടുത്തിട്ടില്ല, വല്ലാഹി ഇന്നി മാ അതൈതു മബ്ലഗൻ ഇല്ലാ വലാ യമറു ഉസ്ബൂഇൻ ഇല്ലാ വഖദ് റസഖ്തു സലാസത അദ്ആഫുഹു ഔ അക്സർ, 3 അതിലിരട്ടിയോ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടല്ലാതെ, അനുഭവം കൊണ്ട് ആളുകൾ പറയുന്നതാണ്. ഇങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് കുറഞ്ഞുപോയി എന്ന് ആരും പറയാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ ഈ കൊടുത്തത് അവരെടുത്ത് പറയുകയാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, നമ്മൾ പറഞ്ഞു മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അത് അവന് ദുനിയാവിലും ആഖിറത്തിലും എളുപ്പം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറഞ്ഞ കാര്യം സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വമൻ സതറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ ന്യൂനതകൾ മറച്ചു കൊടുത്താൽ എന്നാണ് പറയുന്നത്. ന്യൂനതകൾ മറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഹെസ്സിയായ അവൻ്റെ ശരീരാവയവങ്ങളിലുള്ള ന്യൂനതകളുണ്ട്. അത് ആർക്കായിരിക്കും പൊതുവെ മറക്കേണ്ടി വരിക? ഇപ്പോൾ ഭാര്യക്കുള്ളൊരു ന്യൂനതയുണ്ട്. അത്
പുറത്ത് ആളുകളോട് പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവൾക്ക് ഇങ്ങനെ ഒരു ന്യൂനത ഉണ്ട്, ശാരീരികമായ ഘടനയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഭർത്താവിന് അങ്ങനെ ഒരു ന്യൂനതയുണ്ട്, അത് പുറത്ത് ഭാര്യ മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നു വലോ ബഅദ തലാഖ്, തലാഖിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തലാഖായി ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ അല്ലല്ലോ, അപ്പോൾ പോലും പറയാൻ പാടില്ല. തലാഖായി ഇനി എൻ്റെ ഭർത്താവല്ലല്ലോ, അപ്പോൾ പോലും പറയാൻ പാടില്ല. അയാൾക്കൊരു ന്യൂനതയുണ്ടായിരുന്നു, അയാൾക്ക് ഇന്നാലെന്ന ചില ന്യൂനതകൾ, ദീനിൻ്റെ ന്യൂനതകളല്ല, ശരീരഘടനയിലോ മറ്റോ ഒക്കെ ഉള്ള ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു, അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിൻ്റെ ന്യൂനത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കണം എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, അതല്ലാത്ത മാനവിയായ ന്യൂനത എന്ന് പറയുന്നത് അത് തിന്മകളെ കുറിച്ചിട്ടാണ്. ഒരാൾക്കൊരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം അയാൾക്കത് മറച്ചു വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ആളുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പം ആ നിലയ്ക്ക് രണ്ട് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യണം, ആളുകൾക്ക് തിന്മകളും മറ്റുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു കൊടുക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയാണ്, ഇവിടെ തിന്മകൾ സംഭവിക്കുന്ന ആളുകൾ 3 വിഭാഗക്കാരുണ്ട്. തിന്മകൾ സംഭവിക്കുന്ന ആളുകൾ 3 വിഭാഗക്കാരുണ്ട്. ഒന്ന്, തിന്മകൾ ചെയ്യുന്ന, രഹസ്യമായി ചെയ്യുന്ന തിന്മകളാണ്. അയാൾ ജനങ്ങൾ അറിയണം എന്നൊരിക്കലും ആഗ്രഹിക്കുന്നില്ല, രഹസ്യമായി ചെയ്യുന്ന തിന്മകളാണ്. അങ്ങനെയുള്ളൊരു തിന്മ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം അറിഞ്ഞു കഴിഞ്ഞു ഇന്നയാൾ ഇങ്ങനെ ഒരു തിന്മ അയാൾക്കുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പണ്ഡിതന്മാർ പറയുന്നു ചില കാര്യങ്ങൾ അവൻ അവിടെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, അവൻ ആ തിന്മയിൽ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. കാരണം ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു പൈശാചികമായ അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആർക്കെങ്കിലും ഒക്കെ ഒരു തിന്മ സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ അതിലൊരു പ്രത്യേക സുഖം, അങ്ങനെ അവനൊക്കെ അങ്ങനെ തിന്മ ചെയ്യുന്ന ആളാണ്, അതിലൊരു സന്തോഷം സഹോദരൻ ഒരിക്കലും പാടില്ല. തൻ്റെ സഹോദരന് ഒരു തിന്മ സംഭവിച്ചതിൽ സന്തോഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സമാനമായ തിന്മ കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെട്ടേക്കാം. ഒരിക്കലും നമ്മൾ ഒരാളെയും വില കുറച്ച് കാണാൻ പാടില്ല. അവൻ്റെ അടുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അപ്പം അതിലൊരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മൾ ചിരിക്കുന്നൊന്നുമില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനങ്ങനെ തെറ്റ് പറ്റിയല്ലോ എന്നാലോചിച്ചിട്ടൊരു സന്തോഷം നമുക്കുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരന് ഒരു തെറ്റ് പറ്റിയെന്നറിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഖേദവും സങ്കടവും അല്ലാതെ മറ്റൊന്നും അവനുണ്ടാവാൻ പാടില്ല. അവനങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന സങ്കടം, എന്ന ഖേദമല്ലാതെ ഒരിക്കലും അതിലൊരു സന്തോഷവും നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ ബാധ്യത അൻയസ്തുറഹു അലൈഹി വഅല്ലാ യുഖ്ബിറന്നാസ ബിഹി, അത് മറച്ചു വെക്കണം, ജനങ്ങളോട് ഒരാളോടും പറയാൻ പാടില്ല. കാരണം ഇവൻ തിന്മ പരസ്യപ്പെടുത്തുന്ന ഒരാളല്ല, രഹസ്യമായിട്ട് ചെയ്ത തിന്മയാണ്. ഇവൻ തിന്മ ആളുകൾ അറിയുന്നതിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരുവനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്കൊരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായും അത് മറച്ചു വെക്കണം. ദീൻ നൽകുന്ന പാഠമാണ്, അത് മറച്ചു വെക്കേണ്ടതുണ്ട്. അത് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നത് പാടില്ല. എന്നാൽ അവിടെ നിർത്തുക എന്നുള്ളതല്ല. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അൻ യൻസഹു ബിൽ ഉസ്ലൂബിൽ മുനാസിബ്, യോജിക്കുന്ന രൂപത്തിൽ അവനോട് എന്ത് ചെയ്യുക, അത് ഉപദേശിക്കുക എന്നുള്ളതാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയാണ്, മിൻ ഹിക്മത്തിൽ ഉലമാ യഖൂലൂൻ, ഉലമാക്കളുടെ ഹിക്മത്തിൽ പെട്ടതാണ്, അവർ പറയാണ്, ഇദാ റഅയ്ത അഹദൻ അലാ ദംബിൻ വലം യഅലം അന്നക റഅയ്തഹു, നീ ഒരാൾ തെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു, അവൻ അറിയില്ല നീ അറിയുന്നത്. ആ തെറ്റ് ചെയ്തവന്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൻ അറിയില്ല, എനിക്കത് അറിയാമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പോയി അറിയിക്കേണ്ടതില്ല, അത് തന്നെ അവനൊരു പ്രയാസമാണ്. മറിച്ച് അവിടെ ഉപദേശിക്കുന്ന സമയത്ത് നേർക്ക് നേരെ പറയാതെ ഇത്തരം ചില തിന്മകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കും. ദീനുൽ ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ചില ആളുകൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് തിന്മ വന്നാൽ അപ്പം തന്നെ അവനെ ഒന്ന് ടാഗ് ചെയ്തിട്ട് ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഇട്ടുകളെ, ഇന്നാളെ ഇവൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നാളെ മെൻഷൻ ചെയ്തിട്ട് അയാളെ എങ്ങനെയെങ്കിലും അവനൊരു മനസ്സ് വിഷമിപ്പിക്കുക. അങ്ങനെയാണ് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഒരു തിന്മ പറ്റിയാൽ അവനൊന്ന് കൊള്ളിക്കണം, അവനൊന്ന് വെറുതെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറഞ്ഞിട്ട് അവനത് കൊള്ളിക്കണം. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ തെറ്റുകളെ തിരുത്താൻ പലപ്പോഴും ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമുക്ക് ആത്മാർത്ഥമായ ഇതിൽ പ്രയാസമുണ്ടെങ്കിൽ, നമുക്കാണത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആളുകൾ നമ്മളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിൽ ആളുകളോട് പെരുമാറണം. അവനോട് നേർക്ക് നേരെ മനസ്സിലാകാത്ത രൂപത്തിൽ, എന്നാൽ അവനോട് തിരുത്തുകയും വേണം. നമ്മൾ അറിഞ്ഞതാണ്, അതുകൊണ്ട് അവന് തിരുത്തുകയും വേണം. പക്ഷേ അവനെപ്പോലും ഞാനത് അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കാത്ത രൂപത്തിൽ അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ രീതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് രഹസ്യമായി സംഭവിച്ച തിന്മകൾ, പരസ്യപ്പെടുത്താത്ത ആളുകളെ കുറിച്ചിട്ടുള്ള തിന്മകളാണ്. എന്നാൽ ചില ആളുകൾ വൽഇയാദു ബില്ലാഹ്, അവർ തിന്മകൾ പരസ്യപ്പെടുത്തുന്ന ആളുകളാണ്. പരസ്യമായി തിന്മകൾ ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും പരസ്യമായി ആളുകളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ സ്വയം തന്നെ മോശമാക്കിയ ഒരുവനാണ്, അവനെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ മോശമാക്കാനില്ല. അതുകൊണ്ട് ഇത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള നമുക്ക് ബാധ്യത അവരെ പോയി നസീഹത്ത്, നേരെ പോയി ഉപദേശിക്കുക എന്നുള്ളതാണ്. തിന്മയുടെ ഗൗരവം മറ്റുമൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുക എന്നുള്ളതാണ്. കാരണം അവൻ നമ്മളിന് പ്രത്യേകമായി അവനെ മറച്ചു വെക്കാനില്ല, അവൻ സ്വയം തന്നെ
അവൻ എല്ലാം കാര്യങ്ങളും പുറത്തേക്ക് പറഞ്ഞ ആളാണ്. മൂന്നാമത്തെ വിഭാഗം മൻകാന ദംബുഹു മുതഅദ്ദിൻ ഇലാ ഗൈരിഹി, ഒരാളുടെ തിന്മ തന്നിൽ ഒതുങ്ങിക്കുന്നില്ല, മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന തിന്മയാണ്. അയാളുടെ തിന്മ മറ്റൊരാളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെയുള്ള തിന്മകളാണ് ഇവന്റെ കയ്യിലുള്ളത്, വേറൊരാളെ പ്രയാസപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവനത് ആവർത്തിക്കുകയാണെങ്കിൽ, ഇവനെ ഉപദേശിക്കുക, കാര്യങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ ഇവനെ വേണ്ടപ്പെട്ട സംവിധാനങ്ങളിൽ ഇവന്റെ കാര്യം എത്തിക്കുക എന്നുള്ളതാണ് ബാധ്യത. അത്തരക്കാരായ ആളുകളെ മറച്ചു വെക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അടിസ്ഥാനം സഹോദരങ്ങളെ, തിന്മ ഒരു മുഅ്മിന് സംഭവിച്ചാൽ അതിൽ നമുക്ക് പ്രയാസമുണ്ടാകേണ്ടതുണ്ട്, അത് നമ്മൾ മറച്ചു വെക്കേണ്ടതുണ്ട്. അത് ആരും അറിയാതെ, അവനെപ്പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നറിയാതെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ആ നിലക്ക് അവനെ ഉപദേശിക്കേണ്ടതുണ്ട്. എന്നാൽ പരസ്യമാക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തിന്മ പരസ്യമായതാണ്. അവനെ തൊട്ട് താക്കീത് ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ താക്കീത് ചെയ്യേണ്ടി വരും. അല്ലെ, ഒരു നാട്ടിൽ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഹറാമിലേക്ക് ക്ഷണിക്കുന്ന, അങ്ങനെ ഹറാമ് പരസ്യം പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്, അവനെ താക്കീത് ചെയ്യേണ്ടി വരും. ഇന്ന ആളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അവന്റെ ഷർറിനെ തൊട്ട് ശ്രദ്ധിക്കണം. കാരണം അത്തരം കാര്യങ്ങൾ നമ്മൾ പരസ്യമായി അത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ ഒരു വേള എന്ത് ചെയ്യും, മറ്റുള്ള ആളുകൾ വഞ്ചിക്കപ്പെടും. ഇപ്പോൾ അയാൾ എല്ലാവരുടെ അടുത്തും പണം വാങ്ങിയിട്ട് മുങ്ങുന്ന ആളാണ്, നമുക്കറിയാം. അവന്റെ പ്രധാനപ്പെട്ട ജോലി അത്, ഓരോരുത്തരുടെ അടുത്ത് കച്ചവടമാണ്, ഇതാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മേടിക്കും, ഇന്നാളടുത്ത് മേടിക്കും. ഒരു കച്ചവടം ഉണ്ടാവില്ല. ഈ ഉള്ള പൈസക്ക് വളരെ ലാവിഷായി ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് കച്ചവടം പൊട്ടി എന്ന് പറഞ്ഞ് കൈമലർത്തി ആളുകളെ പറ്റിക്കും. പൊതുവെ സാധുക്കളായ, വലിയ അടിക്കും പിടിക്കൊന്നും പോകാത്തവരായ, നല്ല തറവാടികളായ ആളുകൾ അടുക്കലൊക്കെ പോയിട്ടാണ് പണം മേടിക്കുക. കാരണം ഇവനറിയാം, ഇവരെന്തായാലും എന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് അടിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പൊ അത്തരക്കാരെയൊക്കെ കണ്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കച്ചവടമാണ്, അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആളുകളെ വഞ്ചിക്കും. സഹോദരങ്ങളെ, ഇത്തരക്കാരെ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളും എന്ത് ചെയ്യും, ഈ പറയുന്ന അപകടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇവൻ ഉപദേശിക്കുക, നീ പരിപാടി ഒഴിവാക്കേണ്ടതാണ്. ഇനിയും ആളുകളടുത്ത് ഇങ്ങനെ കടത്തിലായിട്ട് വീണ്ടും വീണ്ടും കച്ചവടം എന്ന് പറഞ്ഞിങ്ങനെ വാങ്ങിക്കരുത്, ഒഴിവാക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അവനെക്കുറിച്ച് ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അധികാരികളെ കൃത്യമായി അറിയിച്ചുകൊണ്ട് അവന്റെ കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതാണ്. ഇവൻ ആളുകളുടെ സമ്പത്ത് അതിനെ നശിപ്പിക്കുന്ന ആളാണ്, സമ്പത്ത് അതിനില്ലാതാക്കി കളയുന്നവരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലെയുള്ള ഉപദേശങ്ങൾ ആളുകൾക്ക് നൽകാവുന്നതാണ്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, ഹദീസിൽ പറയുന്നത് വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്, അവൻ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും തന്നെ, നമ്മൾ എത്ര വലിയ ശക്തിയുള്ളവരാണെങ്കിലും ശരി, എത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരാണെങ്കിലും ശരി, എത്ര വലിയ അധികാരങ്ങളും ഒക്കെ നമുക്ക് ഉള്ളവരാണെങ്കിലും ശരി, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദഈഫായ, ദുർബലരായ അടിമകളാണ്. അള്ളാഹുവിൻ്റെ സഹായം ആവശ്യം വേണം. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യം വേണമെന്നുള്ള ബോധ്യം മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാത്ത ഒരു നിമിഷം പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളൊരു കണ്ണിമ വെട്ടുന്ന സമയത്ത് പോലും അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്കാനൽ അബ്ദു ഫി ഔനി അഖീഹ്, തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിൽപ്പെടുന്ന അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അള്ളാഹിൻ്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ഇവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. അത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പ്രേരകമായിട്ടുള്ള കാര്യം, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഏറ്റവും വലിയ മാർഗം അതാണ് എന്നാണ്. അത് ചിലപ്പോൾ ശാരീരികമായി സഹായിക്കേണ്ടി വരും, ഒരാളെ കൂടെ പോയി സഹായിക്കേണ്ടി വരും, ഒന്നും അറിയാത്ത ഒരാളെ കൂടെ പോയി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സാമ്പത്തികമായി സഹായിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ഒരു ഷഫാഅത്ത് കൊണ്ട്, നമുക്ക് പറ്റുന്ന ഒരു റെക്കമെൻഡേഷൻ കൊണ്ട് ചില ആളുകളെ സഹായിക്കേണ്ടി വരും. എങ്ങനെയാണോ നമുക്ക് സഹായിക്കാൻ സാധിക്കുക ആ രൂപത്തിൽ മനുഷ്യന്മാരെ സഹായിക്കുക, എങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാകും. അതിനാദ്യം നമുക്ക് എന്ത് ചിന്ത വേണം, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ആവശ്യക്കാരാണ് നമ്മൾ. അള്ളാഹു എങ്ങാനും അവൻ്റെ സഹായം പിൻവലിച്ചാൽ നമ്മൾ ദുർബലരായ അടിമകൾ മാത്രം, നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. അവസാന ഭാഗത്ത് സഹോദരങ്ങളെ, ഇൽമുമായി ബന്ധപ്പെട്ട ഇൽമിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണത്, ഒരു ഭാഗമാണത്. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വമൻ സലക, ആരെങ്കിലും ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തന്നെ സ്വർഗത്തിൻ്റെ മാർഗം എളുപ്പമാകാനുള്ള കാരണമാണ്. ആ മാർഗത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തേണ്ടതില്ല. ഇൽമിൻ്റെ പാത എന്ന് പറയുന്നത് അനന്തമായ പാതയാണ്. അത് പൂർണ്ണമായി കൈക്കലാക്കാൻ ഒരാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അത് ഒരുപാടുണ്ട്. അതിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക,
യൽതമിസു ഫീഹി ഇൽമ, വിനയത്തോടുകൂടി അതിനു വേണ്ടി തേടുക എന്നതാണ് യൽതമിസു ഫീഹി ഇൽമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തവാദു ത്വരീഖൽ ഇൽം, ഇൽമിന് വേണ്ടി നമ്മൾ ഒരാൾ വിനയത്തോടുകൂടി അതിലേക്ക് പ്രവേശിക്കുക. അൽ തുമാസ് എന്ന് പറഞ്ഞാൽ അത്തലബു ബിത്തവാദുഇ വതദല്ലുൽ, വിനയത്തോടുകൂടിയാണ് ഇൽമിനെ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇൽമ് എൻ്റെ അടുക്കൽ വരട്ടെ, വേണമെങ്കിൽ കിട്ടട്ടെ, അതല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി ഇൽമിന് വേണ്ടി ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവൻ ലഭിച്ചു കൊള്ളണമെന്നില്ല. പണ്ഡിതന്മാർ പറയാറുള്ളത് അത്തവാദുഉ ത്വരീഖുൽ ഇൽം വൽ ഇൽമു സബബു തവാദു. തവാദു ഉണ്ടെങ്കിൽ, വിനയമുണ്ടെങ്കിലേ ഇൽമ് കിട്ടുകയുള്ളൂ. വിനയമുണ്ടെങ്കിലേ ഇൽമ് കിട്ടുകയുള്ളൂ. ഇൽമ് ലഭിച്ചു കഴിഞ്ഞാൽ അത് വിനയമുണ്ടാവാനുള്ള കാരണം കൂടിയാണ്. ഒരാൾക്ക് ഇൽമ ആദ്യം ലഭിക്കണമെങ്കിൽ അയാൾക്ക് വിനയം വേണം, അപ്പോഴേ ഇൽമ കിട്ടുകയുള്ളൂ. ഒരു മുത്തക്കബ്ബറിനെ, ഒരു അഹങ്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിലെ അറിവ് നൽകുകയില്ല. എന്നാൽ ആ ഇൽമ ഒരാൾക്ക് ശരിയായ ഇൽമ ലഭിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വിനയാന്യതനാക്കി മാറ്റുകയും ചെയ്യും. ഇൽമ ലഭിച്ചതിന് ശേഷം ഒരാൾ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ഇൽമ യഥാർത്ഥ രൂപത്തിലുള്ള ഇൽമല്ല. ഇൽമ ഒരാളുടെ അഹങ്കാരമാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ അവൻ നേടിയിട്ടുള്ള, കരസ്ഥമാക്കിയിട്ടുള്ള ഇൽമ ഒരിക്കലും തന്നെ യഥാർത്ഥ രൂപത്തിലുള്ള ഇൽമല്ല. എങ്ങനെയാണ് അഹങ്കാരം? കാരണം ജനങ്ങളുടെ മേലെ കുതിര കയറുന്ന രൂപത്തിലാണ്, ആളുകളൊക്കെ എന്നെ ആലിമാണെന്ന് പറയണം എന്ന രൂപത്തിൽ വേണ്ടിയിട്ടാണ് ഒരാൾ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്കിൽ അത് യഥാർത്ഥത്തിൽ അവൻ വിനയമല്ല, അവൻ അഹങ്കാരമാണുള്ളത്. ഇൽമു കൊണ്ട് അഹങ്കരിക്കുക, നാലാളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ അവന് വിനയമില്ല. അപ്പോൾ വിനയമുണ്ടെങ്കിൽ ഇൽമ ലഭിക്കും. ഇൽമ ലഭിച്ചാൽ അത് കൂടുതൽ വിനയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾക്ക് ഇൽമ ഉപകരിച്ചിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് അയാൾ അഹങ്കാരിയായി തീരുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, വിനയത്തോടുകൂടി ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഒരാൾ ഒരു മസ്ജിദിലേക്ക് ദീൻ അന്വേഷിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഇതിൽ പെടും എന്ന് പണ്ഡിതന്മാർ പറയാൻ. ഒരാൾ മസ്ജിദിലേക്ക് ദീൻ അന്വേഷിച്ചുകൊണ്ട് പറയുന്നത് ഇത് പെടും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ ഈ ദർസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഖാലൽ ഉലമാ സവാഅൻ കാന ഹാദ ത്വരീഖു ഹിസ്സിയൻ ഫമശാ ഫഅലൻ, ഒരാൾ അത് ഹിസ്സിയായി, അതായത് കൈകാലുകൾ കൊണ്ട് നടന്നിട്ട് തന്നെ വന്നാലും ശരി, കമജീഉകുമുൽ യൗമ ഇലൽ മസ്ജിദി ലിൽ ഇൽം, നിങ്ങൾ ഇതൊക്കെ ഈ മസ്ജിദിലേക്ക് ഇന്ന് ഇൽം അന്വേഷിച്ചു വന്നതുപോലെ, സലക്തും ത്വരീഖൻ, നിങ്ങളൊരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അല്ലെങ്കിൽ ഒരു മദ്രസയിലേക്ക്, ഒരു മർക്കസിലേക്ക്, ദീൻ പഠിക്കുന്ന ഒരു മഅഹദിലേക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾ പോകുന്നു, അതിനുവേണ്ടി ഒരു നാടിലേക്ക് യാത്ര ചെയ്യുന്നു, ഇതെല്ലാം ഈ ഹദീസിന്റെ കീഴിൽ പെടുമെന്നുള്ളതാണ്. നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇൽം അന്വേഷിച്ചുകൊണ്ട് പോയത് എവിടെയാണ്? തന്നെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം കുറവ് നൽകിയ ഒരാളുടെ അടുക്കലേക്കാണ്, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്കാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമ് ഖദിറിന്റെ അടുക്കലുണ്ട്. ഖദിർ ഒരു സാലിഹായ മനുഷ്യനാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയാണ്, നബിയാണ്. എന്നിട്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിനയത്തോടു കൂടി കൂടെ പോകുകയാണ് കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. പഴയ കാലത്ത് മുൻഗാമികൾ, സ്വഹാബികൾ, അവർ ഒരു ഹദീസ് അത് നേർക്ക് നേരെ കേൾക്കുന്നതിന് വേണ്ടി പോലും മാസങ്ങൾ വൈദൂരം സഞ്ചരിച്ചു എന്ന് കാണാൻ സാധിക്കും. ഒരു ഹദീസ്, ഇന്നയാൾ പറഞ്ഞ ഹദീസ് വേറൊരാളുടെ വഴിയിൽ ഇദ്ദേഹം കേട്ടിട്ടുണ്ടാകും, പക്ഷേ അയാളുടെ അടുക്കൽ നിന്നും നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടി മാത്രം, ഇന്നയാൾ പറഞ്ഞു എന്നുള്ളത് മറ്റൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തനാണ്, വിശ്വസിക്കാൻ കൊള്ളാം, അത് മതിയായതാണ്, പക്ഷേ അല്ല, നേർക്ക് നേരെ ഇയാളിൽ നിന്ന് തന്നെ കരസ്ഥമാക്കണം എന്നതിനു വേണ്ടി മാത്രം മാസങ്ങൾ വഴിദൂരം അവർ നടത്തിയത് കാണാൻ സാധിക്കും. എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഇൽമ അന്വേഷിച്ചൊരു വഴിയിൽ പ്രവേശിക്കുന്നതിന് തുല്യമാണ് അയാൾ ഇൽമുകൾ കേൾക്കുക, ഇൽമിന്റെ കിതാബുകൾ വായിക്കുക. ഇതൊക്കെ ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കലാണ്. സഞ്ചരിക്കണമെന്നില്ല, സഞ്ചരിക്കാതെ തന്നെ ഇൽമിന് വേണ്ടി ഇൽമിന്റെ കാര്യങ്ങൾ, മജ്ലിസുകൾ അവൻ ചിലപ്പോൾ വീടുകളിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കുന്നതായിട്ടുണ്ട്. ആ രൂപത്തിൽ അവൻ ഇൽമ അന്വേഷിച്ച് പഠിക്കുക, ഖുർആൻ പഠിക്കുക, അവൻ വീട്ടിൽ തന്നെയാണ് ഖുർആന്റെ ഹിഫ്ളാക്കുക, ഖുർആനിന്റെ തഫ്സീറുകൾക്ക് അത് പഠിക്കുക. ഇതെല്ലാം ഇൽമിന്റെ വഴിയിൽ അവൻ സഞ്ചരിച്ചു എന്നതിന്റെ തുല്യമാണ് എന്നാണ് പറയുന്നത്. സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തആല അവന് എളുപ്പമാക്കി നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇൽമ അന്വേഷിക്കുക എന്നത് തന്നെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാനുള്ള കാരണം. ഇൽമ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്നും ഒരുങ്ങിയിരിക്കുക. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് പറയുന്നുണ്ട്, ഹാദൽ മജ്ലിസ് അല്ലദീ നജ്ലിസു ഇൻ കുന്നാ മുഖ്ലിസീന ലില്ലാഹ് സുബ്ഹാനഹു വ തആല നഹ്നു നസീറു ഫീ ത്വരീഖിൽ ജന്നതി വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ പഠിക്കണമെന്ന ഇഖ്ലാസോട് കൂടിയാണ് നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചു എന്നുള്ളതാണ്. കാരണം പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ ഇൽമു ത്വരീഖു മുബ്തദാഹു ഫിദ് ദുനിയ വ മുൻതഹാഹു ഫിൽ ജന്നതി ഫലാ തത്റുകുഹു അബദാ. ഇൽം എന്ന് പറയുന്നത്
അത് ദുനിയാവിൽ അതിൻ്റെ ആരംഭമാണ്, സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ ആരംഭമാണ്, അതിൻ്റെ എൻട്രി, അതിൻ്റെ പോയിന്റാണ്. അത് ഒരാൾ ഇൽമിൻ്റെ വഴിയിലേക്ക്, ദീൻ പഠിക്കാനുള്ള വഴിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അവസാനമാകട്ടെ അത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. മരിക്കും വരെ പഠിക്കണം. പഠനം ഉപേക്ഷിക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. മരിക്കും വരെ നമ്മൾ ഇൽമിന് ആവശ്യക്കാരാണ്. നമ്മൾ എത്ര കേട്ടാലും ശരി, ഇൽമിൻ്റെ വഴി നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും വീണ്ടും കേൾക്കാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. കാരണം സ്വർഗത്തിൻ്റെ വഴിയിൽ തന്നെ നമുക്ക് തുടരാനുള്ള മാർഗമാണ്. കാരണം ഇൽം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ എന്താണ്, അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്താണ്, ഹിദായത്തിന്റെ യഥാർത്ഥ മാർഗം എന്താണ്, ഏതൊക്കെയാണ് ളലാലത്തിന്റെ വഴികൾ, ഇതൊക്കെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇൽം അന്വേഷിക്കുമ്പോൾ മാത്രമാണ്. ആ ഇൽമിലൂടെ അല്ലാതെ അവൻ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ പല രൂപത്തിലുള്ള ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും പല രൂപത്തിലുള്ള മഅസിയത്തുകളുടെയും ഒക്കെ അത്തരത്തിലുള്ള അവസ്ഥകളിൽ കടന്നുപോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ ലഭിച്ചത് ഇൽമ് ലഭിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഹിദായത്തിന്റെ മാർഗം അവർക്ക് വ്യക്തമായത് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്ലിസുകൾ അതിലേക്ക് ഇരുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അതിൽ നിന്ന് വല്ലതും കേട്ടത് കൊണ്ടോ എണ്ണ. അതുകൊണ്ട് ഹിദായത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ ഇരിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഇൽമിന്റെ മജ്ലിസുകൾ എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നി തുടങ്ങുകയാണെങ്കിൽ അവന് ഹിദായത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹദീസിന്റെ അവസാന ഭാഗം അദ്ദേഹം പറയുന്നു, ഒമൻ ബത്തഅ ബിഹി അമലു ലം യുസ്രി ബിഹി നസബു. ആരെങ്കിലുമൊക്കെ അമലിന്റെ കാര്യത്തിൽ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ അവൻ പതുക്കെയാണ്, അവൻ അതിൽ വലിയ ശുഷ്കാന്തിയില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവൻ വളരെ പിന്നിലാണ് എങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, അവന്റെ കുടുംബ മഹിമയൊന്നും അവനെ മുൻപിൽ എത്തിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്ര വലിയ കുടുംബക്കാരനാണെങ്കിലും ശരി, തങ്ങളുടെ കുടുംബമാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമാണെങ്കിലും ശരി, അല്ലാഹു തആല പറഞ്ഞത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളത് ഏറ്റവും തഖ്വയുള്ള ആളുകളിലേക്കാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മനുഷ്യന്റെ ബാഹ്യമായ രൂപത്തിലേക്കോ കോലത്തിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് അവന്റെ ഖൽബിലേക്കും അവന്റെ അമലിലേക്കുമാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. ഒരു മനുഷ്യന്റെ ശരീരാകൃതി എങ്ങനെയുണ്ട്, അവന്റെ രൂപം എങ്ങനെയുണ്ട്, അവൻ എങ്ങനെ ഒരുങ്ങുന്നു, ഇതിലൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. വലാ ഇലാ അംവാലിക്കും, അവന്റെ സമ്പത്തിലേക്കുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും, അവന്റെ ഹൃദയത്തിലേക്കും അവന്റെ പ്രവർത്തനത്തിലേക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ പ്രവർത്തനങ്ങളൊന്നുമില്ല, വളരെ കുറവാണ്, ഞാൻ വലിയ തറവാട്ടുകാരനാണ് അല്ലെങ്കിൽ ഇന്ന ഗോത്രക്കാരനാണ് എന്ന് ധരിച്ചുകൊണ്ട് അമലുകൾ ഒരാൾ പിന്തിപ്പിച്ചാൽ ഒരിക്കലും തന്നെ അവന്റെ കുടുംബ മഹിമ അവനെ മുന്നിലേക്ക് എത്തിക്കുകയില്ല എന്ന കാര്യം കൂടിയാണ് ഈ ഹദീസിന്റെ അവസാനത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.